discuss about the mean value theorem. അപ്പോൾ മീൻ വാല്യൂ തിയറം പറയുന്നതിന് മുന്നേ ആയിട്ട് മെയിനായിട്ട് രണ്ട് തിയറം കൂടെ ഉണ്ട്. ഒന്ന് റോൾസ് തിയറം, അടുത്തത് ഹോസ്റോയ്സ് തിയറം. അപ്പോൾ അതിൽ ഫസ്റ്റ് റോൾസ് തിയറാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിനുശേഷം ഹോസ്റോയ്സ് തിയറം പറയും. അപ്പോൾ റോൾസ് തിയറം എന്ന് പറയുന്നതാണ്, സപ്പോസ് ദാറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഓഫ് ദ ക്ലോസ്ഡ് ഇന്റർവൽ ക്ലോസ്ഡ് എ ബി and differentiable at every point of its interior open AB. If f of a equal to f of b equal to 0, then there is at least one number c in open interval AB at which f dash of c equal to 0. അപ്പോൾ റോൾസ് തിയറം പറയുന്നതാണ്, സപ്പോസ് ദാറ്റ് y equal to f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലെ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. അതുപോലെ ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിളും ആണ്. എന്ന് വെച്ചാൽ ആ ക്ലോസ്ഡ് ഇന്റർവെലിന്റെ ഇന്റീരിയറിൽ ഡിഫറൻഷ്യബിൾ ആണ്. അതുപോലെ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും 0 ആണ് എങ്കിൽ ഓപ്പൺ ഇന്റർവൽ എ ബിക്കകത്ത് അറ്റ്ലീസ്റ്റ് ഒരു സി എങ്കിലും ഉണ്ടാവും, സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0. അപ്പോൾ കുറഞ്ഞത് ഒരു സി ഉണ്ടാവും, കൂടിയത് എത്ര വേണമെങ്കിലും ആവാം. ചിലപ്പോൾ ഫുൾ ഫങ്ഷൻസിന്റെ വാല്യൂ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവാം, ഒന്ന് എന്തായാലും ഉണ്ടാവും. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സി എങ്കിലും ഇങ്ങനെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രൂഫ് ഒന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്, സിൻസ് ദ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അല്ലെ, സിൻസ് ദ ഫംഗ്ഷൻ f is continuous at every point of the closed interval AB, നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ബൈ എക്സ്ട്രീം വാല്യൂ തിയറം. ബൈ എക്സ്ട്രീം വാല്യൂ തിയറം നമുക്ക് എന്ത് പറയാം? ബൈ എക്സ്ട്രീം വാല്യൂ തിയറം എന്താണ് എക്സ്ട്രീം വാല്യൂ തിയറം പറയുന്നത്? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണല്ലോ. കണ്ടിന്യൂസ് ആയതുകൊണ്ട് f has both a maximum value and a minimum value on closed interval. അല്ലെ, f has both a maximum and a minimum value on closed interval AB. അപ്പൊ ഈ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ മാക്സിമവും മിനിമവും ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം ഇവിടെ എക്സ്ട്രീം വാല്യൂസ് ഒക്യൂർ ചെയ്യുന്നത് ഒന്നെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റുകളിൽ അല്ലെങ്കിൽ എൻഡ് പോയിന്റിലായിരിക്കും അല്ലെ. വി നോ ദാറ്റ് ദീസ് എക്സ്ട്രീം വാല്യൂസ് ഒക്യൂർ എയ്തർ അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓർ അറ്റ് എൻഡ് പോയിന്റ്സ്. അപ്പോൾ ഈ ഓരോ സ്ഥലത്താണ് ക്രിട്ടിക്കൽ പോയിന്റുകൾ ഉള്ളതെങ്കിൽ എങ്ങനെ വരും എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം അല്ലെ. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അല്ല, എക്സ്ട്രീം വാല്യൂസ് ക്രിട്ടിക്കൽ പോയിന്റിൽ അല്ലെങ്കിൽ എൻഡ് പോയിന്റിലാണ് ഒക്കർ ചെയ്യുക. അപ്പോൾ ബൈ ദ ഹൈപ്പോത്തിസിസ് എഫ് ഹാസ് എ ഡെറിവേറ്റീവ് അറ്റ് എവറി ഇന്റീരിയർ പോയിന്റ്. അപ്പോൾ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് എല്ലാ ഇന്റീരിയർ പോയിന്റിലും ഡെറിവേറ്റീവ് ഉണ്ട്. ഹെൻസ് ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് എഫ് ആർ ഇന്റീരിയർ പോയിന്റ്സ് വേർ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ്? ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഫുൾ ഡിഫറൻഷ്യബിൾ ആണ് അല്ലെ. അപ്പൊ ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആയ പോയിന്റിലല്ലേ ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ ബൈ ഹൈപ്പോത്തിസിസ് എഫ് ഹാസ് എ ഡെറിവേറ്റീവ് അറ്റ് എവറി ഇന്റീരിയർ പോയിന്റ്. എല്ലാ ഇന്റീരിയർ പോയിന്റിലും ഡെറിവേറ്റീവ് ഉള്ളതുകൊണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയിട്ടുള്ള ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഇന്റീരിയർ പോയിന്റ് ആയിരിക്കും എന്തായാലും അല്ലെ. അപ്പോൾ hence critical point of f are interior point where f dash of x equal to 0. അപ്പോൾ f dash of x equal to 0 ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇന്റീരിയർ പോയിന്റ് ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ രണ്ട് കണ്ടീഷൻ ആയിട്ട് നോക്കുകയാണ്. ഫസ്റ്റ്, if either maximum or minimum occur at a point C inside the interval. അപ്പോൾ ഒന്നെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം ഈ ഇന്റീരിയർ പോയിന്റിൽ, ആ ഇന്റീരിയർ പോയിന്റിൽ സിയിലാണ് ഒക്കർ ചെയ്യുന്നതെങ്കിൽ എന്ത് പറയാം? സി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. മാക്സിമം മിനിമം ഒക്കർ ചെയ്യുന്ന പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. അത് ഇന്റീരിയർ പോയിന്റും കൂടെ ആയതുകൊണ്ട്
എഫ് ഡാഷ് ഓഫ് സി എന്ത് വരും? ഹെൻസ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം മിനിമം ഇന്റീരിയർ പോയിന്റിലാണെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ? ഇഫ് എയ്തർ മാക്സിമം ഓർ മിനിമം ഒക്വർ അറ്റ് എ പോയിന്റ് സി inside the interval, then C is a critical point and hence f dash of C equal to 0. Hence, Rolle's theorem is true in this case. In the second case, എന്ന് പറയുന്നത് മാക്സിമവും മിനിമവും എൻഡ് പോയിന്റുകളിലാണെങ്കിൽ, ഇപ്പോൾ മാക്സിമം എയിലും മിനിമം ബിയിലും, അതുപോലെ നേരെ തിരിച്ചു പറയാം, മിനിമം എയിലും മാക്സിമം ബിയിലും ആണ് വരുന്നത് എങ്കിലോ, if both maximum and minimum are at A or B, then നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം, since f of A equal to f of B equal to 0 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ മാക്സിമം എയിലും മിനിമം ബിയിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ് ഫംഗ്ഷൻ വാല്യൂ. എന്ന് വെച്ചാൽ ആ ഫംഗ്ഷൻ എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലേ? സിൻസ് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ഈക്വൽ ടു 0, എഫ് ഈസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ എഫ് കോൺസ്റ്റന്റ് ആവും. കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? ആൻഡ് ഹെൻസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 വരും. ഏതൊരു എക്സ് എടുത്തു കഴിഞ്ഞാലും എഫ് ഡാഷ് ഓഫ് എക്സ് 0 വരും. അപ്പോൾ ഇവിടെ നമുക്ക് സി എന്ന് പറയുന്നത് ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. ഓപ്പൺ ഇന്റർവൽ എ ബിയിലുള്ള ഏത് നമ്പർ എടുത്താലും എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വന്നു? 0 വന്നു. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു സി എന്ന് പറയുന്നതിന് പകരം ഇവിടെ എല്ലാ സി എക്സും എന്താണ്? അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ് അല്ലേ? അപ്പം ഇൻ ദിസ് കേസ് സി ക്യാൻ ബി ടേക്കൻ എനിവെയർ ഇൻ ദ ഇന്റർവൽ. ദിസ് കംപ്ലീറ്റ്സ് ദ പ്രൂഫ്. അപ്പോൾ നമ്മുടെ പ്രൂഫ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇന്റീരിയർ പോയിന്റിലാണ് മാക്സിമം മിനിമം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡെറിവേറ്റീവ് 0 വരും. അപ്പോൾ എൻഡ് പോയിന്റിലാണെങ്കിൽ ഇവിടെ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ തരുന്നത് കൊണ്ട് അവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്താവും? കോൺസ്റ്റന്റ് ആവും. അതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് 0 വരും ഫോർ ഓൾ എക്സ്. അപ്പം ഇത്രയേ ഉള്ളൂ തിയറം. പിന്നെ റോൾസ് തിയറം പറയുന്നതനുസരിച്ച് ഇപ്പം നമുക്കിവിടെ ഫസ്റ്റത്തെ ഫംഗ്ഷൻ നോക്കിയാൽ നമുക്കറിയാം ഡിഫറൻഷ്യബിൾ ആണ്. ഫുൾ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ മാക്സിമം വരുന്ന സ്ഥലത്താണ് നമ്മുടെ എഫ് ഡാഷ് ഓഫ് സി 0 വരുന്നത്. മാക്സിമം വരുന്ന പോയിന്റ് ആണ് സി എന്ന് പറയുന്നത്. അവിടെ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ദ റോൾസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് എ ഡിഫറൻഷ്യബിൾ കർവ് ഹാസ് അറ്റ്ലീസ്റ്റ് വൺ ഹൊറിസോണ്ടൽ ടാൻജന്റ് ബിറ്റ്വീൻ any 2 points where it crosses the x-axis. അപ്പോൾ ഈ രണ്ട് ഇപ്പോൾ x-axisനെ ക്രോസ് ചെയ്യുന്ന രണ്ട് പോയിന്റ് ആണ് എയും ബിയും അല്ലേ? എയും ബി എന്ന് പറഞ്ഞാൽ x-axisനെ ക്രോസ് ചെയ്യുന്ന രണ്ട് പോയിന്റ് ആണ്. അതിനിടയിൽ ഏതെങ്കിലും ഒരു പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഹൊറിസോണ്ടൽ ടാൻജന്റ് ഉണ്ടാവും എന്നാണ് അല്ലേ? അപ്പോൾ ഇവിടെ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇവിടുത്തെ ടാൻജന്റ് ഹൊറിസോണ്ടൽ ടാൻജന്റ്. ഇപ്പം ഈ ഒരു ഫംഗ്ഷൻ എടുത്താലോ, ഇവിടെ എക്കും ബിക്കും ഇടയിൽ, എയും ബിയും ആണ് x-axisനെ ക്രോസ് ചെയ്യുന്ന പോയിന്റുകൾ. അതിനിടയിൽ എത്ര? ഒന്നിൽ കൂടുതൽ ഉണ്ടാവാം. അറ്റ്ലീസ്റ്റ് 1 പറഞ്ഞത്. ഇപ്പം അറ്റ്ലീസ്റ്റ് 1 ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കേസിൽ വരും. ഇപ്പം ഇവിടെ 1, 2, 3 സ്ഥലത്ത് ഹൊറിസോണ്ടൽ ടാൻജന്റ് വന്നു. അപ്പം അതൊരു റിമാർക്കാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. Rolle's theorem states that a differentiable curve has at least one horizontal tangent between any 2 points where it crosses the x-axis. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ x-axisനെ ക്രോസ് ചെയ്യുന്ന പോയിന്റ് ഇതാണ് എയും ബിയും. അപ്പോൾ എയും ബിയും ഇങ്ങനെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങ് പോവും അല്ലേ? എന്തായാലും x-axisൽ ടച്ച് ചെയ്തല്ലോ. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിമാർക്കാണ്. ഇനി നമ്മൾ റോൾസ് തിയറം പറയുമ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുന്നുണ്ട്. ആ രണ്ട് കണ്ടീഷനും മസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ അത് ഉണ്ടെങ്കിൽ മാത്രമേ റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഇപ്പോൾ ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുപോലെ ഈ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ
അവിടെ റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ഞാനൊരു 3 പിക്ചർ വരച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫങ്ഷൻസ്. അപ്പോൾ ഞാൻ പറയാം, ദ ഹൈപ്പോത്തിസിസ് ഓഫ് ദ റോൾസ് തിയറം, the function f should be continuous at every point of the closed interval ab and differentiable at every point of its interior open interval ab are essential. അപ്പോൾ അത് എസെൻഷ്യൽ ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഫംഗ്ഷൻ നോക്കിയാൽ അറിയാം, ഇത് എൻഡ് പോയിന്റിൽ ഇവിടെ ഹോളാണ്, ഡിസ്കണ്ടിന്യൂസ് അറ്റ് ആൻ എൻഡ് പോയിന്റ്. അതാണ് ഈ ഗ്രാഫ്. എൻഡ് പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്, എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എ എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ വരയ്ക്കാൻ പറ്റുമോ? ഹൊറിസോണ്ടൽ ടാൻജന്റ് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് റോൾസ് തിയറം സ്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി നെക്സ്റ്റ് ഗ്രാഫിൽ നോക്കിയാൽ അറിയാം, ഇതൊരു ഇന്റീരിയർ പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇന്റീരിയർ പോയിന്റിൽ ഈ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല. ഇതൊരു എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ എക്സ് നോട്ടിൽ കണ്ടിന്യൂസ് അല്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ മാക്സിമം ഉണ്ടോ? മാക്സിമം ഉണ്ട്, പക്ഷെ നമുക്ക് അവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ട് റോൾസ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ഡിസ്കണ്ടിന്യൂസ് അറ്റ് ആൻ ഇന്റീരിയർ പോയിന്റ് എക്സ് നോട്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, എവിടെയും ബ്രേക്ക് ഒന്നുമില്ല. പക്ഷേ ഈ ഒരു പോയിന്റിൽ അല്ലെ, ഷാർപ്പ് എൻഡ് വരുന്ന ഈ പോയിന്റിൽ എന്താണ്? ഡിഫറൻഷ്യബിൾ അല്ല. ഷാർപ്പ് എൻഡ് വരുന്ന ഈ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇതിനും നമുക്ക് റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പൊ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് സം ഇന്റീരിയർ പോയിന്റ് എക്സ് നോട്ട്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, വെരിഫൈ റോൾസ് തിയറം ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 9x. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആദ്യം കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം, അതുപോലെ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് കണ്ടിന്യൂസും ആണ് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ വി ഹാവ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 9x വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 9 എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് 9 എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 3 എന്ന് എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതി. ഇനി അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ പോയിന്റിലാണ് എഫ് ഓഫ് എക്സ് 0 വരിക? എക്സ് 0 ആകുമ്പോൾ വരാം അല്ലേ. അപ്പോൾ എക്സ് മൈനസ് 3 ആകുമ്പോൾ വരാം, എക്സ് 3 ആകുമ്പോൾ വരാം. അപ്പോൾ എഫ് ഓഫ് മൈനസ് 3, അതുപോലെ എഫ് ഓഫ് 0, അതുപോലെ എഫ് ഓഫ് 3, ഇത്രയും വാല്യൂസ് എന്താ വരിക? 0. എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ 0 വരും, മൈനസ് 3 കൊടുത്താൽ 0 വരും, 0 കൊടുത്താൽ 0 വരും. അപ്പോൾ ഈ പോയിന്റിലൊക്കെ ഫംഗ്ഷൻ വാല്യൂ എന്താണ് വരുന്നത്? 0 വരും. ഇനി നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ഏത് ഇന്റർവെൽ ആണെന്ന് നമുക്ക് കിട്ടി. ഏത് ഇന്റർവെൽ എടുക്കണം എന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓൾസോ എഫ് ഓഫ് എക്സ് ബീങ് എ പോളിനോമിയൽ ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് in the closed interval -3, 0 and 0, 3. Hence, according to Rolle's theorem, there should be a value of x between -3 and 0. ഇത് രണ്ടും ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. അതുകൊണ്ട് -3ക്കും 0ക്കും ഇടയിൽ ഒരു x ഉണ്ടാവും, such that f dash of x 0 ആയിട്ടുള്ളത് അല്ലേ. Hence, according to Rolle's theorem, there should be a value of x between -3 and 0 and another value of x between 0 and 3. അപ്പോൾ ഇതിനിടയിലും ഒരു c ഉണ്ടാവും, അതുപോലെ ഇതിനിടയിലും ഒരു c ഉണ്ടാവും, such that f dash of x 0 ആയിട്ടുള്ളത്. അപ്പോൾ here f dash of x എന്ന് പറയുന്നത് എന്ത് വരും? f dash of x equal to 3x square minus 9. F dash of x equal to 0 if 3x square minus 9 equal to 0, which implies 3 common ആയിട്ട് എടുക്കാം, ബാക്കി x square minus 3 അല്ലേ equal to 0, which implies എന്ത് വരും?
3 into x minus root 3 into x plus root 3 equal to 0. അപ്പോൾ ഇത് 0 വരണമെങ്കിൽ എന്ത് വരണം? എക്സ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് റൂട്ട് 3 വരണം. എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് റൂട്ട് 3 വരണമെങ്കിൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് 3 വരണം അല്ലേ? ഹെൻസ് എഫ് ഡാഷ് ഓഫ് മൈനസ് റൂട്ട് 3യും എഫ് ഡാഷ് ഓഫ് റൂട്ട് 3യും 0 ആണ്. ഇനി ആ മൈനസ് റൂട്ട് 3 എവിടെ വരും, അതുപോലെ റൂട്ട് 3 എവിടെ വരും എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഈ 0ക്കും 3ക്കും ഇടയിലാണോ, അതുപോലെ മൈനസ് 3ക്കും 0ക്കും ഇടയിലാണോ ഈ വാല്യൂസ് വരുന്നതെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ മൈനസ് റൂട്ട് 3 എന്ന് പറയുന്നത് എന്താണ്? എന്തായാലും മൈനസ് 3ക്കും 0ക്കും ഇടയിലുള്ള ഒരു വാല്യൂ ആണ് അല്ലേ? ആൻഡ് മൈനസ് 3 ലെസ് ദാൻ റൂട്ട് മൈനസ് 3 ലെസ് ദാൻ 0 ആണ്. അതുപോലെ റൂട്ട് 3 എന്ന് പറയുന്നത് 0ക്കും 3ക്കും ഇടയിലുള്ള ഒരു വാല്യൂ ആണ്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് റോൾസ് തിയറം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം മൈനസ് 3 0ക്ക് ഇടയിൽ ഒരു എഫ് ഡാഷ് ഓഫ് സി 0 ആവുന്നുണ്ട്, എഫ് ഡാഷ് ഓഫ് മൈനസ് റൂട്ട് 3 0 ആവുന്നുണ്ട്. അതുപോലെ 0ക്കും 3ക്കും ഇടയിൽ ഒരു റൂട്ട് 3 എന്ന് പറയുന്ന സ്ഥലത്ത് എഫ് ഡാഷ് 0 ആവുന്നുണ്ട്. അപ്പം ഹെൻസ് ദ റോൾസ് തിയറം ഈസ് വെരിഫൈഡ്. ഇത്രയേ ഉള്ളൂ. തിയറം വെരിഫൈ ചെയ്യാനായിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പൊ എത്ര 0 ഉണ്ടോ അത് മുഴുവൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആദ്യം ഫംഗ്ഷന്റെ 0 കണ്ടുപിടിക്കുക, അതിനുശേഷം എഫ് ഡാഷിന്റെ 0 കണ്ടുപിടിക്കുക. എഫ് ഡാഷിന്റെ 0 എന്ന് പറയുന്നത് ഈ ഇന്റർവെല്ലിൽ ഏതെങ്കിലും ഇന്റർവെല്ലിലാണോ വരുന്നതെന്ന് കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ. ഫംഗ്ഷൻ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ റോൾസ് തിയറം വെരിഫൈഡ് ആവും. നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പവർ 4 മൈനസ് 9x ക്യൂബ് പ്ലസ് 26x സ്ക്വയർ മൈനസ് 24x. ഷോ ദാറ്റ് without calculating that 4x cube minus 27x square plus 52x minus 24 has a root somewhere strictly between 0 and 2. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് 0ക്കും 2ക്കും ഇടയിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ 0 ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ 0ക്കും 2നും ഇടയിലുള്ള ഏതോ ഒരു എക്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഫംഗ്ഷന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. അപ്പൊ അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ എന്ത് ചെയ്യാം? ഹിയർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതാണ്, ഒരു പോളിനോമിയൽ ആണ് അല്ലെ? ഹിയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പവർ 4 മൈനസ് 9x ക്യൂബ് പ്ലസ് 26x സ്ക്വയർ മൈനസ് 24x. Being a polynomial is continuous and differentiable everywhere and hence in the interval closed interval 0-2. അപ്പോൾ ഈ 0ക്കും 2നും ഇടയിൽ കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് ഞാൻ ക്ലോസ്ഡ് ഇന്റർവൽ 0-2 എടുത്തുവിടെ. അപ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ 0-2 കണ്ടിന്യൂസും ആണ്, ഡിഫറൻഷ്യബിളും ആണ്. അതുപോലെ നമുക്കിനി എഫ് ഓഫ് 0യും എഫ് ഓഫ് 2 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 2 പവർ 4 എന്ന് പറയുമ്പോൾ 16, 9 into 2 cube 9 into 8 72 plus 26 into x square 104 minus 48. എന്ത് വരും? ഇവിടെ ആൻസർ 0 വരും. ഇനി എഫ് ഓഫ് 0 എടുത്താലോ? എല്ലായിടത്തും 0 ഉണ്ട്. എഫ് ഓഫ് 0 എടുത്താലും 0 ആണ്. അപ്പൊ എഫ് ഓഫ് 2ഉം എഫ് ഓഫ് 0യും 0 ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്താ റോൾസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്യാം അല്ലേ? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ 0-2 ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ 0-2 എടുക്കണമെന്നില്ല. ക്ലോസ്ഡ് ഇന്റർവൽ 0-2 ഡിഫറൻഷ്യബിൾ ആണ്. നമുക്ക് ഓപ്പൺ ഇന്റർവൽ 0-2 മാത്രമേ ആവശ്യമുള്ളൂ. അതുകൂടാതെ എഫ് ഓഫ് 2ഉം എഫ് ഓഫ് 0യും 0 ആണ്. അപ്പം according to Rolle's theorem there should be a value of x strictly between 0 and 2 at which f dash of x equal to 0 അല്ലേ? അപ്പോൾ ഈ എഫ് ഡാഷ് ഓഫ് ഏതെങ്കിലും ഒരു എക്സ് ഉണ്ടാവും 0ക്കും 2നും ഇടയിൽ such that f dash of x 0 ആവുന്നത്. അപ്പോൾ ഇവിടെ f dash of x എന്താണ്? ഹിയർ f dash of x equal to 4x cube minus 27x square plus 52x minus 24. അത് തന്നെയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ലേ? അപ്പൊ നമുക്ക് എന്താ പറയാ?
ഈ ഫംഗ്ഷന് 0ക്കും 2നും ഇടയിൽ ഒരു 0 ഉണ്ട്. ഐ മീൻ എന്താ 0ക്കും 2നും ഇടയിൽ ഒരു റൂട്ട് ഉണ്ട് അല്ലേ. therefore 4x ക്യൂബ് ആണ്. 4x ക്യൂബ് മൈനസ് 27x² പ്ലസ് 52x മൈനസ് 24 equal to 0 for some x belongs to open interval. X belongs to open interval 0 to. Thus the equation has a root somewhere strictly between 0 and 2 എന്ന് നമുക്ക് പറയാൻ പറ്റും. റോൾസ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഫംഗ്ഷന് ഒരു റൂട്ട് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ റോൾസ് തിയറം യൂസ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് രണ്ട് സ്ഥലത്ത് റോൾസ് തിയറം വെരിഫൈ ചെയ്യാനും പഠിച്ചു. റോൾസ് തിയറം വെച്ചിട്ട് ഒരു ഫംഗ്ഷന് റൂട്ട് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റി. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഹോസ് റേസ് തിയറം ആണ്. അപ്പം നെക്സ്റ്റ് ഹോസ് റേസ് തിയറം ഞാൻ പറയാൻ പോവാണ്. സപ്പോസ് ദാറ്റ് എഫ് ആൻഡ് ജി ആർ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി, and that f of a equal to g of a and f of b equal to g of b, then there exists a point c in open interval a b such that f dash of c equal to g dash of c. അപ്പോൾ എഫും ജി എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ആ രണ്ട് ഫംഗ്ഷന്റെ പ്രത്യേകത രണ്ടും ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസും ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിളും ആണ്. അതുപോലെ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും എഫ് ഓഫ് എയും ജി ഓഫ് എയും ഈക്വൽ, അതുപോലെ എഫ് ഓഫ് ബിയും ജി ഓഫ് ബിയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഒരു പോയിന്റ് സി ഉണ്ടാവും സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു ജി ഡാഷ് ഓഫ് സി. അപ്പം അത് രണ്ടും ഈക്വൽ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ഉണ്ടാവും എന്നാണ് നമ്മുടെ തിയറം പറയുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് പ്രൂവ് ചെയ്യാം. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യുക, ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. പ്രൂഫാണ്. കൺസിഡർ ദ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. നമ്മളിവിടെ എടുത്തിട്ടുള്ള എഫും ജിയും അതിൻ്റെ ഡിഫറൻസിനെ നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുത്തു ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ് ഇന്റർവൽ എ ബി. അപ്പോൾ എഫും കണ്ടിന്യൂസ് ആണ്, ജിയും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് എഫ് എന്ന് പറയുന്നതും ജി എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ആയതുകൊണ്ട് അതിൻ്റെ ഡിഫറൻസും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ ഡിഫറൻഷ്യബിളും ആയിരിക്കും. Since f and g are differentiable on closed interval a b, capital F of x equal to f of x minus g of x is also differentiable on closed interval a b and hence continuous on closed interval a b. Also f of a എന്ന് പറയുന്നത് എന്ത് കിട്ടും, f of a minus g of a. f of a g of a യും ഈക്വൽ ആയതുകൊണ്ട് അതിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കും, 0. അതുപോലെ f of b എന്ന് പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് ജി ഓഫ് ബി ആണ്. എഫ് ഓഫ് ബിയും ജി ഓഫ് ബി ഈക്വൽ ആയതുകൊണ്ട് അതിൻ്റെ ഡിഫറൻസ് 0 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ കിട്ടി ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ. അതുപോലെ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും 0 ആണ്. അപ്പോൾ നമുക്കിവിടെ റോൾസ് തിയറം അപ്ലൈ ചെയ്യാം അല്ലേ. ദസ് ക്യാപിറ്റൽ എഫ് സാറ്റിസ്ഫൈസ് ഓൾ ഹൈപ്പോത്തിസിസ് ഓഫ് റോൾസ് തിയറം. And hence by Rolle's theorem there is at least one number c which lies strictly between a and b such that f dash of c equal to 0. f dash of c എന്ന് പറയുന്നത് എന്താ, f dash of c minus g dash of c equal to 0. അപ്പോൾ hence there is at least one point c. ഇപ്പോൾ എഫ് ഡാഷ് ഓഫ് സി മൈനസ് ജി ഡാഷ് ഓഫ് സി 0 എന്ന് വെച്ചാൽ എന്താ പറയുക, ദർ ഈസ് അറ്റ് ലീസ്റ്റ് വൺ പോയിന്റ് സി ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു ജി ഡാഷ് ഓഫ് സി. ഇത്രയേ ഉള്ളൂ തിയറം. റോൾസ് തിയറം വെച്ചിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സിയും ജി ഡാഷ് ഓഫ് സിയും ഈക്വൽ ആയിരിക്കും ഇങ്ങനെയാണെങ്കിൽ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സിയും ജി ഡാഷ് ഓഫ് സി എന്താണ്, സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അറ്റ് എക്സ് ഈക്വൽ ടു സി ആണ് അല്ലേ. എഫിൻ്റെയും ജിൻ്റെയും സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അറ്റ് എക്സ് ഈക്വൽ ടു സി ആണ്. അപ്പോൾ ഈ എഫും ജിയും
ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി ആണെങ്കിൽ എഫ് ഓഫ് എയും ജി ഓഫ് എയും ഈക്വൽ ആണ്, അതുപോലെ എഫ് ഓഫ് ബിയും ജി ഓഫ് ബി ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Then there is at least one point between A and B where the tangent to the graph of F and G are parallel. എഫിൻ്റെയും ജിൻ്റെയും ടാൻജന്റ് എന്ന് പറയുന്നത് ആ പോയിന്റിൽ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും എന്ന് പറയാം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞതുപോലെ ടാൻജന്റ് വരയ്ക്കാൻ പറ്റും, ഹൊറിസോണ്ടൽ ആയിട്ട് ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. റോൾസ് തിയറം വെച്ച് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എഫിൻ്റെയും ജിൻ്റെയും ടാൻജന്റുകൾ പാരലൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. നമുക്കൊരു ജസ്റ്റ് ഒരു ചെറിയൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇതാണ്. സപ്പോസ് എഫ് ഈസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ സച്ച് ദാറ്റ് എഫ് ഓഫ് 0 ഈക്വൽ ടു 0 ആൻഡ് എഫ് ഓഫ് 1 ഈക്വൽ ടു 0 ഷോ ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 2x0 ഫോർ സം എക്സ് നോട്ട് ഇൻ ഓപ്പൺ ഇന്റർവെൽ 0, 1. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണെന്ന് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ഒരു ഫംഗ്ഷൻ എടുക്കാം. ഡെറിവേറ്റീവ് 2x വരുന്ന ഒരു ഫംഗ്ഷൻ ഏതാണ്? എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ലെറ്റ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഞാൻ എക്സ് സ്ക്വയർ ആയിട്ട് എടുത്തു. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിളും ആണ്. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ഇന്റർവെൽ 0, 1 നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ എഫും ജിയും കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ 0, 1 ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ 0, 1 ആണ്. അതുപോലെ എഫ് ഓഫ് 0 0 ആണെന്ന് തന്നിട്ടുണ്ട്, ജി ഓഫ് 0 അതും 0 ആണ്. ആൻഡ് എഫ് ഓഫ് 1 എത്രയാണ്? 1 ആണ്. ജി ഓഫ് 1 എത്ര വരും? 1 സ്ക്വയർ 1. അപ്പോൾ എഫ് ഓഫ് 1ഉം ജി ഓഫ് 1ഉം ഈക്വൽ ആണ്. എഫ് ഓഫ് 0യും ജി ഓഫ് 0 ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഹോസ്റ്റേഴ്സ് തിയറം ഇവിടെ അപ്ലൈ ചെയ്യാം. Then by Host's theorem, it follows that there exists a point x naught in open interval 0, 1 such that f dash of x naught equal to g dash of x naught. g dash of x naught എന്ന് വരും 2x naught. അപ്പോൾ f dash of x naught equal to 2x naught ആയിട്ടുള്ള ഒരു x naught ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റി. അപ്പോൾ നമ്മളിവിടെ ഹോസ്റ്റേഴ്സ് തിയറം ജസ്റ്റ് അപ്ലൈ ചെയ്തോളൂ. ജസ്റ്റ് 2 ലൈനിൽ എൻഡ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ തിയറം വെച്ചിട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഒക്കെ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെയിംഡ് തിയറം, റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ മീൻ വാല്യൂ തിയറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള തിയറം എന്ന് പറയുന്നത് മീൻ വാല്യൂ തിയറാണ്. അപ്പോൾ അതെന്താ നോക്കാം. അപ്പോൾ ദ മീൻ വാല്യൂ തിയറം ഫോർ ഡെറിവേറ്റീവ്സ്. അപ്പം നമ്മൾ ഡെറിവേറ്റീവ്സിനും അതുപോലെ ഇൻ്റഗ്രേഷനും നമ്മൾ മീൻ വാല്യൂ തിയറം ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഡെറിവേറ്റീവ്സിൻ്റെ മീൻ വാല്യൂ തിയറം ഏതാണ്? സപ്പോസ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ദ ഓപ്പൺ ഇന്റർവെൽ എ ബി. Then there is at least one point C in open interval AB at which f dash of C equal to f of B minus f of A divided by B minus A. അപ്പോൾ ഇങ്ങനെ ഒരു എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലോസ് ഇന്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസും ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിളും ആണെങ്കിൽ ഓപ്പൺ ഇന്റർവെൽ എ ബിക്ക് ഉള്ളിൽ ഒരു സി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാകും സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. അപ്പോൾ ഇത് തന്നെ പ്രൂഫ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നോക്കാം. ഇത്തിരി ലെങ്തി ആയിട്ടുള്ള പ്രൂഫാണ്. റോൾസ് തിയറവും ഹോസ്റ്റേഴ്സ് തിയറം പോലെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാൻ പറ്റിയൊരു തിയറം അല്ല. അപ്പോൾ നമ്മൾ ആദ്യം ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഒരു ഗ്രാഫ് ജസ്റ്റ് ഞാൻ വരയ്ക്കുകയാണ്. എ തൊട്ട് ബി വരെയുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഇതാണ് ജസ്റ്റ് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് വിചാരിക്കുക. എയിലെ ഫംഗ്ഷൻ വാല്യൂ ഇതാണ്, അതുപോലെ ബിയിലെ ഫംഗ്ഷൻ വാല്യൂ ഇതാണ്. അപ്പോൾ എയിലെ ഫംഗ്ഷൻ വാല്യൂവിനെ ഞാൻ ക്യാപിറ്റൽ എ എന്ന് വിളിച്ചു, അതുപോലെ ബിയിലെ ഫംഗ്ഷൻ വാല്യൂവിനെ ക്യാപിറ്റൽ ബി എന്ന് വിളിച്ചു. Let us graph the given function f of x. Note that since f of x is continuous in closed continuous ആണ്, ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് സ്മൂത്ത് കർവ് ആണ് നമ്മൾ വരച്ചിട്ടുള്ളത് അല്ലേ. കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇന്റർവെൽ എ ബി. ഗ്രാഫ് ഓഫ് എഫ് ഈസ് എ സ്മൂത്ത് കർവ്
with a non-vertical tangent at each value of x between x equal to a and x equal to b. അപ്പോൾ വെർട്ടിക്കൽ ആയിട്ടുള്ള ടാൻജന്റ് ഒന്നും ഉണ്ടാവില്ല, ഹൊറിസോണ്ടൽ ടാൻജന്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം കണ്ടിന്യൂസ് ആണ് ഫംഗ്ഷൻ, ഡിഫറൻഷ്യബിളും ആണ്, അതുകൊണ്ട് നമുക്ക് ഹൊറിസോണ്ടൽ ടാൻജന്റുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, എ എന്ന് പറയുന്ന പോയിന്റ് ആണ് എഫ് ഓഫ് എനെ നമ്മൾ എ എന്ന് പറഞ്ഞ പോയിന്റ് ഇട്ട് എ എഫ് ഓഫ് എ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് അല്ലേ ഇത്, എ എഫ് ഓഫ് എ. ഇതെന്ന് പറയുന്നത് ബി എഫ് ഓഫ് ബി. Let capital A be a point A f of A and B be the point B f of B. Join A and B. എയും ബിയും ജോയിൻ ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അപ്പോൾ എയും ബിയും ജോയിൻ ചെയ്ത് ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഈ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ then the line AB is the graph of the function അല്ലേ, AB is the graph of the function അല്ലെ പോയിന്റ് സ്ലോപ്പ് ഇക്വേഷൻ ആണ് ഇവിടെ ഫോം ചെയ്യാൻ പോകുന്നത് അല്ല. ഈ സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് നമുക്ക് പോയിന്റ് സ്ലോപ്പ് ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. എ ബി ഇസ് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ, ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ പറയാം. എന്തുവരും? ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എ പ്ലസ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റിന്റെ ഇക്വേഷൻ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. ഇവിടെ ഫംഗ്ഷൻ വാല്യൂ അറ്റ് എൻഡ് പോയിന്റ്, അതുപോലെ ഫംഗ്ഷൻ വാല്യൂ അറ്റ് ഇനിഷ്യൽ പോയിന്റ്, അതിന്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് കിട്ടും ഇൻറ്റു എക്സ് മൈനസ് എ. അപ്പോൾ ഇതാണ് ടാൻജന്റിന്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിന്റെ ഗ്രാഫാണ്, ഈ ടാൻജന്റ് ലൈനിന്റെ ഗ്രാഫാണ് നമ്മൾ വരച്ചിട്ടുള്ളത് ജസ്റ്റ്. അപ്പോൾ ഈ സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടും, ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് അല്ലേ. അപ്പോൾ ഈ സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്, എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ. ടാൻജന്റ് ലൈൻ അല്ല, ടാൻജന്റ് ആണെങ്കിൽ ഇവിടെ വരും. അപ്പോൾ ഈ സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ നമുക്കറിയാം, കാരണം ഇനിഷ്യൽ പോയിന്റും എൻഡ് പോയിന്റും നമുക്കറിയാം, പിന്നെ അതിന്റെ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഈ എ ബി എന്ന് പറഞ്ഞ ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ അതിന്റെ ഫംഗ്ഷൻ ഞാൻ ജി ഓഫ് എക്സ് ആയിട്ട് എടുത്തു. Now let us define a new function h of x. h of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. h of x കണ്ടുപിടിക്കാനായിട്ട് h of x കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്, f of x മൈനസ് g of x. ഇത് y ഈക്വൽ ടു g of x, ഇത് y ഈക്വൽ ടു f of x ആണ്. അപ്പോൾ ഇതിന്റെ ഡിഫറൻസിനെയാണ് ഞാൻ എന്തായിട്ട് എടുത്തത്, h of x ആയിട്ട് എടുത്തിട്ടുള്ളത്. h of x ഈക്വൽ ടു f of x മൈനസ് g of x. അപ്പോൾ ഞാനിത് ഇവിടെ ജസ്റ്റ് വരയ്ക്കുകയാണ്. ഇതാണ് h of x എന്ന് വിചാരിക്കും. f of x മൈനസ് g of x ആയിട്ട് എടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് ഇത് g of x ആണല്ലോ, അപ്പോൾ അതിൽ നിന്ന് കണ്ടുപിടിക്കണം f of x മൈനസ് കൊടുക്കുമ്പോൾ f of a മൈനസ് f of b മൈനസ് f of a divided by b minus a into x minus a. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെയായി മാറി. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഓഫ് എച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എഫും ജിയും രണ്ട് ഫങ്ഷൻസ് ആണ്, കണ്ടിന്യൂസ് ആണ്, അതുപോലെ ഡിഫറൻഷ്യബിളും ആണല്ലോ. രണ്ടും കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് അതിന്റെ ഡിഫറൻസ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും. സിൻസ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആർ കണ്ടിന്യൂസ് ഓൺ ദ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ദ ഓപ്പൺ ഇന്റർവൽ എ ബി, h of x equal to f of x minus g of x is also continuous on the closed interval a b and differentiable on the open interval a b. And also in equation 1 put x equal to a and x equal to b. First x equal to a കൊടുക്കുമ്പോൾ നമുക്ക് h of a കിട്ടും. x equal to a and x equal to b by turns we get h of a ആദ്യം കണ്ടുപിടിക്കുക, f of a minus g of a വരും അല്ല. അപ്പോൾ ഇവിടെ കൊടുക്കുക
f of a minus f of a minus f of b minus f of a divided by b minus a. ഇവിടെ x minus a ആണ്, അപ്പോൾ a minus a വരും. f of a minus f of a 0. ഇവിടെ a minus a വരുമ്പോൾ എന്ത് വരും? അവിടെയും 0 വരും. അപ്പോൾ നമുക്ക് h of a 0 വന്നു. ഇനി അടുത്ത h of b കണ്ടുപിടിക്കുക. h of b എന്ത് വരും? h of b equal to f of b minus f of a minus f of b minus f of a divided by b minus a into b minus a. b minus a b minus a കട്ടായിപ്പോയി. ഇവിടെ f of b minus f of b 0 ആയി. മൈനസ് എഫ് ഓഫ് എ മൈനസും മൈനസും പ്ലസ് എഫ് ഓഫ് എ, അവിടെ 0 കിട്ടി. അപ്പോൾ എച്ച് ഓഫ് എയും 0 എച്ച് ഓഫ് ബിയും 0. അതിനർത്ഥം നമുക്കിനി ഒരു തിയറി ഇവിടെ അപ്ലൈ ചെയ്യാം അല്ലേ. എച്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ആൻഡ് എച്ച് ഓഫ് എ ഈക്വൽ ടു എച്ച് ഓഫ് ബി ഈക്വൽ ടു 0 ആണ്. Thus the function h of x satisfies all hypotheses of the Rolle's theorem on closed interval AB. Therefore, there is at least one point C in open interval AB such that h dash of C equal to 0. അല്ലേ? അപ്പോൾ h dash of C 0 ആയിട്ടുള്ള ഒരു C എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവും. അപ്പോൾ h dash of x കണ്ടുപിടിക്കുക ആദ്യം. h dash of x f of b അല്ല f of x മൈനസ് എഫ് ഓഫ് എ ആണ്. അപ്പോൾ അവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ കോൺസ്റ്റന്റ് ആണ്. എക്സ് മൈനസ് എന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? എക്സ് മൈനസ് എന്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ ഇങ്ങനെ വരും. എച്ച് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വരും അല്ലേ. ഏതെങ്കിലും ഒരു സിക്ക് 0 വരും. അപ്പോൾ എച്ച് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അപ്പോൾ എഫിന് എന്ത് കൊടുക്കണം? വിച്ച് ഇംപ്ലൈസ് എഫ് ഡാഷ് ഓഫ് സി മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നിന്ന് ഈ ടേമിനെ റൈറ്റിലേക്ക് കൊണ്ടുവന്ന എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കൺക്ലൂഡ് ചെയ്യാം. There exists a point C in open interval AB such that f dash of C equal to f of B minus f of A divided by B minus A. ഇത്രയുള്ള തിയറത്തിന്റെ പ്രൂഫ്. അപ്പോൾ മീൻ വാല്യൂ തിയറം പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളിവിടെ റോൾസ് തിയറം ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ റോൾസ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് മീൻ വാല്യൂ തിയറം എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. മീൻ വാല്യൂ തിയറത്തിന്റെ കേസിലും നമുക്ക് ആ കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എവിടെയെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ തിയറം എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യില്ല. ഏതെങ്കിലും ഒരു പോയിന്റിൽ, ഒരു ഇന്റീരിയർ പോയിന്റിൽ കണ്ടിന്യൂസ് അല്ലാതെയോ ഡിഫറൻഷ്യബിൾ അല്ലാതെയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ തിയറം ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ആ ഇന്റർവെല്ലിൽ ത്രൂ ഔട്ട് ദ ഇന്റർവെല്ല് കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ ആ ഓപ്പൺ ഇന്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഏതെങ്കിലും ഒരു പോയിന്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്തതുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഈ മീൻ വാല്യൂ തിയറം ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എക്സാമ്പിളായിട്ട് കുറേ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും ഇതിനോട് ഈക്വൽ വരണമെന്നില്ല ഡിഫറൻഷ്യബിൾ അല്ലാത്ത സ്ഥലത്ത്. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മീൻ വാല്യൂ തിയറത്തിൻ്റെ കുറച്ച് കോൺസിക്വൻസ് പഠിക്കും. അതിനുശേഷം കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാം. മെയിനായിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ഈ മീൻ വാല്യൂ തിയറം വെച്ചിട്ട് പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.